തനത് സമ്പത്തായ കുള്ളൻ പശുക്കളുടെ സംരക്ഷണത്തിനായി ബദിയടുക്ക ഗ്രാമപഞ്ചായത്ത് സൗജന്യമായി വിട്ടു നൽകിയ 5.5 ഏക്കർ സ്ഥലത്ത് 30 പശുക്കളുമായി 2015 ആരംഭിച്ച 150ഓളം കന്നുകാലികളുണ്ട്. സർക്കാർ തല അന്യം നിന്ന് പോകുമായിരുന്ന കാസർഗോഡിന്റെ തനത് സമ്പത്തായ കുള്ളൻ പശുക്കളുടെ സംരക്ഷണത്തിനായി ബദിയടുക്ക ഗ്രാമപഞ്ചായത്ത് സൗജന്യമായി നാടൻ പശുക്കളുടെ ഏക സംരക്ഷണ കേന്ദ്രമാണ് വേള കന്നുകാലി. മികച്ച പ്രവർത്തനത്തിലൂടെ ലാഭത്തിലെത്തിയിരിക്കുകയാണ്. ആന്റിബയോട്ടിക്കുകളുടെ ചുക്കാൻ പിടിക്കുന്നതിന്റെ ഭാഗമായി മൃഗസംരക്ഷണ വകുപ്പ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 90 ലക്ഷം രൂപ ചെലവിട്ട് പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗത്തിന്റെ മേൽനോട്ടത്തിൽ നിർമ്മിച്ച ഫാമിന്റെ പുതിയ ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ഇന്ന് നാടിന് സമർപ്പിക്കുകയാണ്. ക്വാർട്ടേഴ്സിന്റെ 8 റൂമുകളിൽ മാത്രം വളരെ ഇടുങ്ങിയ സൗകര്യത്തോടു കൂടി ഇവിടുത്തെ 4-5 ജീവനക്കാർ ഒന്നിച്ചിരുന്ന് ജോലി ചെയ്ത് ഈ ഫാമിനെ 2015 ആരംഭിച്ച ഫാമിനെ ഇന്ന് ലാഭത്തിൽ എത്തിച്ചിരിക്കുകയാണ്. 32 പശുക്കളുമായി 2015 സെപ്റ്റംബർ മാസം ആരംഭിച്ച ഫാം 150ഓളം പശുക്കൾ ഇന്ന് നമ്മുടെ ഫാമിൽ നിലവിലുണ്ട്. ദിനംപ്രതി 50 ലിറ്ററോളം പാല് നമ്മൾ വിപണനം നടത്തുന്നുണ്ട്. ആർദ്രതയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ മനുഷ്യരോട് നമുക്കെല്ലാം സ്നേഹം വേണം. പരസ്പരം നമ്മൾ മനുഷ്യരെ സ്നേഹിക്കണം, ബഹുമാനിക്കുകയൊക്കെ ചെയ്യണം. ഒരു മനുഷ്യൻ്റെ ആർദ്രത, മനുഷ്യത്വം ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ മൃഗങ്ങളോട് നമുക്ക് സ്നേഹം കാണിക്കാൻ സാധിക്കണം. അപ്പോൾ കേരളത്തിലെ മൃഗശാല പ്രിയപ്പെട്ട മന്ത്രി ശ്രീമതി ചിഞ്ചു റാണി വളരെയധികം ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന് പൂർണ്ണ ബോധ്യമുള്ള ഒരു ജനപ്രതിനിധിയാണ് ഞാൻ. KP മോഹനൻ്റെ പേര് ഞാൻ പറഞ്ഞു, ശ്രീ ഉമ്മൻചാണ്ടിയുടെ പേര് ഞാൻ പറഞ്ഞു, അതുപോലെ തന്നെ മാറി മാറി വന്ന നമ്മുടെ ബദിയടുക്ക ഗ്രാമപഞ്ചായത്ത് ഈ സങ്കരയിനം പശുക്കൾ ഉണ്ടായത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. നമുക്കറിയാം അവിടേക്ക് കൂടുതലും എരുമകൾ മറ്റു ഇതര പശുക്കളാണ് അന്യ സംസ്ഥാനങ്ങളിൽ ഇന്ന് പലപ്പോഴും കാണുക. നമ്മുടെ കേരളത്തിൽ നമ്മൾ പാല് കൊണ്ടുവന്നാൽ അത് മിക്കവാറും എരുമപ്പാലായിരിക്കും. സാധാരണ നല്ല കട്ടിയുള്ളതാണ് എരുമപ്പാൽ. പക്ഷെ അതും കുടിക്കുന്ന, അല്ലെങ്കിൽ അതും കഴിക്കുന്ന, അതും ചായയിട്ട് കഴിക്കുന്ന ഒട്ടേറെ ആൾക്കാരുണ്ട്. പക്ഷെ നാടൻ പശുവിന് ഒട്ടേറെ ഗുണങ്ങളുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ കാസർഗോഡ് കുള്ളൻ, അതോടൊപ്പം തന്നെ വെച്ചൂർ പശുക്കൾ, ഇതിനെയൊക്കെ നമ്മൾ കൂടുതൽ കേരളത്തിൽ വളർത്തിയെടുക്കുക. കാരണം നമ്മുടെ നാടൻ പശുക്കളെ നമുക്കൊരിക്കലും ഉപേക്ഷിക്കാൻ പറ്റില്ല. ആ നാടൻ പശുവിനെ നമ്മൾ വളർത്തണം. അതാണ് കേന്ദ്ര ഗവൺമെൻറ്റും ഞങ്ങളോട് പറഞ്ഞത്. കൂടുതലും അവർ നാടൻ പശുക്കളുടെ ഒട്ടേറെ ആനുകൂല്യങ്ങൾ, ഒട്ടേറെ പദ്ധതികളാണ് കേന്ദ്ര ഗവൺമെൻറ്റിനുമുള്ളത്. പലപ്പോഴും നാടൻ പശുക്കളെ സംരക്ഷിക്കണം എന്ന് അവർ ആവശ്യപ്പെടാറുണ്ട്. നമുക്കറിയാം ഒരു പശുക്കൾ, പ്രത്യേകിച്ചും നാടൻ പശുക്കൾ, നമ്മുടെ കേരളത്തിലൊരു പുതിയ ശേഖരമുണ്ടെങ്കിൽ അതിപ്പോൾ കാസർഗോഡ് കുള്ളനെ നമ്മൾ അംഗീകരിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ 1000-ൽ കൂടുതൽ പശുക്കൾ നമുക്ക് ഇവിടെ കേരളത്തിൽ അതുണ്ടെങ്കിൽ നമുക്ക് കാസർഗോഡ് കുള്ളനെ നമ്മുടെ കേരളത്തിൻ്റെ തനത് പശുവായിട്ട് നമുക്ക് അംഗീകരിക്കുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടില്ല. വെച്ചൂർ പശുവാണ് ഇന്ന് കേരളത്തിൽ നമുക്കറിയാം അംഗീകരിക്കപ്പെട്ടൊരു പശുവുള്ളത്. പിന്നെയും പല പല പ്രദേശങ്ങളിൽ ചെറിയ ചെറിയ പശുക്കൾ പലതും പല ഭാഗങ്ങളിൽ നിൽക്കുന്നു. അതാത് പ്രദേശത്തിൻ്റെ പേര് കൊടുത്താണ് അതിനെയൊക്കെ ഇന്ന് സംരക്ഷിക്കുന്നത്. കൊണ്ടുവന്നുകൊണ്ട് തനത് പശുവിൻ്റെ ശേഖരങ്ങൾ കൂടി നമ്മുടെ കേരളത്തിൽ അത് ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നമുക്ക് പോകണം.